നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 49 വൃന്ദാവന പ്രവേശം. ശ്ലോകം 9. സമം തതോ ഗോപകുമാരകൈസ്ത്വം സമന്തതോ യത്ര വനാന്തമാഗാഃ തതസ്തതസ്താം കുടിലാമപശ്യ കളിന്ദജാം രാഘവതീമിവൈകാം. ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. സമം തതോ ഗോപ കുമാരകൈസ്ത്വം സമന്തതോ യത്ര വനാന്തം ആഗാഃ തതസ്തതസ്താം കുടിലാം അപശ്യ കളിന്ദജാം രാഘവതീം ഇവൈകാം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തത അനന്തരം ഗോപകുമാരകൈ സമം ഗോപകുമാരന്മാരോടു കൂടി, ത്വം അങ്ങ്, സമന്തത ചുറ്റിനും, യത്ര യാതൊരു, വനാന്തം വനപ്രദേശത്തെ, ആഗാഃ ഗമിച്ചുവോ, തതസ്തത അവിടവിടെയെല്ലാം, കുടിലാം വളഞ്ഞൊഴുകുന്ന, അപശ്യ കണ്ടു, കളിന്ദജാം യമുനയെ, രാഘവതീം ഇവ അനുരാഗമുള്ളവളെ പോലെ, ഏകാം ഏകാകിനിയായ. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. അത്ര പ്രയാസമുള്ള വാക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അക്ഷരം അത്ര ശ്രദ്ധിക്കാനുള്ളതൊന്നുമില്ല. സമം തതോ ഗോപകുമാരകൈസ്ത്വം സമന്തതോ എന്നാണ് സമന്തതോ യത്ര വനാന്തമാഗാഃ. അവിടെ വിസർഗം നീട്ടിയിട്ട് വിസർഗം പറയണം. എന്നാണ്. തതസ്തതസ്താം എല്ലാം താന്നാണ്. കുടിലാമപശ്യ അവിടെ വിസർഗം. കളിന്ദജാം എന്നാണ്. രാഘവതീമിവൈകാം നീട്ടിയിട്ട് മുറുക്കം അങ്ങനെ നിർത്താം. സമം തതോ ഗോപകുമാരകൈസ്ത്വം സമന്തതോ യത്ര വനാന്തമാഗാഃ തതസ്തതസ്താം കുടിലാമപശ്യ കളിന്ദജാം രാഘവതീമിവൈകാം. അടുത്തത് 10ാമത്തെ ശ്ലോകം. തഥാവിധേസ്മിൻ വിപിനേ പശവ്യേ സമുത്സുകോ വത്സഗണപ്രചാരേ ചരൻ സരാമോऽഥ കുമാരകൈസ്ത്വം സമീരഗേഹാധിപ പാഹി രോഗാത്. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. തഥാവിധേസ്മിൻ വിപിനേ പശവ്യേ സമുത്സുകോ വത്സഗണ പ്രചാരേ ചരൻ സരാമോऽഥ കുമാരകൈസ്ത്വം സമീര ഗേഹാധിപ പാഹി രോഗാത്. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തഥാവിധേ അപ്രകാരമുള്ള, അസ്മിൻ ഈ, വിപിനെ വനത്തിൽ അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ, പശവ്യേ പശുക്കൾക്ക് ഹിതമായ, സമുത്സുക സന്തോഷമുള്ളവനായി, വത്സഗണ പ്രചാരേ ഗോക്കളെ മേയ്ക്കുന്നതിൽ, ചരൻ സഞ്ചരിക്കുന്ന, സരാമ ബലരാമനോടും, കുമാരകൈ സമം ഗോപകുമാരന്മാരോടുകൂടി, ത്വം അങ്ങ്, സമീരഗേഹാധിപ ഗുരുവായൂരപ്പ, പാഹി എന്നെ രക്ഷിച്ചാലും, രോഗാത് രോഗത്തിൽ നിന്ന്. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. തഥാവിധേസ്മിൻ തഥ കഥ എന്നുള്ളതിലത്തെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. വിധേ എന്നുള്ളതിൻ്റെ ഥാന്ന് ധനം എന്നുള്ളതിലത്തെ അതും ഊന്നി പറയണം. തഥാവിധേസ്മിൻ അസ്മിൻ എന്നാണത്. ഇവിടെ അവഗ്രഹ ചിഹ്നമുണ്ട്. ആ എന്ന് അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ നിറയെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ ശ്ലോകങ്ങളിലൊക്കെ. ആന്ന് എടുത്ത് പറയണ്ട. തഥാവിധേന്ന് നീട്ടിയിട്ട് സ്മിൻ എന്ന് പറഞ്ഞാൽ മതി. വിപിനെ പശവ്യേ സമുത്സുകോ സമുത്സുകോ താസാന്ന് ചേർത്ത് എഴുതിയതാണ്. സമുത്സുകോ
വത്സഗണ, ഇവിടെ അതേപോലെ താ സാന്ന് ചേർത്തിട്ടാണ്. വത്സഗണ പ്രചാരേ ചരൻ സരാമോഥ, ഇവിടെയും അതേപോലെ തന്നെ അവഗ്രഹ ചിഹ്നമുണ്ട്. സരാമോന്ന് നീട്ടിയിട്ട് ഥ എന്ന് പറഞ്ഞാൽ മതി. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കുമാരകൈസ്ത്വം സമീരഗേഹാധിപ, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പാഹി രോഗാത്, അങ്ങനെ നിർത്താം. തഥാവിധേസ്മിൻ വിപിനെ പശവ്യേ സമുത്സുകോ വത്സഗണപ്രചാരേ ചരൻ സരാമോഥ കുമാരകൈസ്ത്വം സമീരഗേഹാധിപ പാഹി രോഗാത്. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.